അസ്സലാമു അലൈക്കും. ജാബിറസിൻ്റെ ബൈസ്റ്റാൻഡർ ആരാ? ഐസിയുവിന് മുമ്പിൽ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഉറക്കം നിറഞ്ഞ കണ്ണെന്ന് തിരുമ്പി അവിടേക്ക് വേഗത്തിൽ നടന്നു ജുനൈസ്. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണേ, കൂടെ വരണേ, സിസ്റ്റർ പറഞ്ഞതും അവൻ തല കുലുക്കി അകത്തേക്ക് നോക്കി. രാവിലെയും വൈകിട്ടും 2 നേരം അവനെ കയറി കാണാൻ പറ്റുമായിരുന്നു. അപ്പോഴൊക്കെ അവൻ ഉറക്കത്തിലും പോകും. താനാണ് അവന് കൂട്ടുനിൽക്കുന്നതെന്നും അവനറിയില്ല. അവസാനമായി അവനെ കണ്ടത് ഓർമ്മയുണ്ട് ജുനൈസിന്. അതും 2 കൊല്ലം മുമ്പ്. ഉമ്മയുടെ സഹോദരൻ ഫാമിലിയായി ദുബായിൽ സെറ്റിൽഡാണ്. 2 മക്കളെയും ഇവിടെ നാട്ടിൽ നിർത്താൻ താല്പര്യമില്ല എന്ന പോലെ ഹയർ സ്റ്റഡീസിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു ഉമ്മ. അതും ഉപ്പാൻ്റെ വാക്കുകൾ കേൾക്കാതെ. അന്ന് കുറേ നാൾ 2 പേരും ഇരു ധ്രുവങ്ങൾ പോലെയായിരുന്നു. മിണ്ടാതെ, പരസ്പരം നോക്കാതെ, അങ്ങനെ. അതും ഇടയ്ക്കൊരു വഴക്ക് നടന്നപ്പോൾ എൻ്റെ തലയിൽ തന്നെ ഇട്ടു തന്നുമ്മ. എൻ്റെ മക്കൾ നന്നാവുന്നത് അവന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ നിങ്ങളെ വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്നത് എന്ന്. അവനേക്കാൾ ഉയരത്തിൽ എൻ്റെ മക്കൾ എത്താൻ പാടില്ല എന്ന്. എന്നാൽ അവൻ്റെ വാക്കും കേട്ടല്ലേ നിങ്ങളെന്നോട് മിണ്ടാതെ പോലും നടക്കുന്നത് എന്ന്. കേട്ടപ്പോൾ ഒന്നും തന്നെ തോന്നിയില്ല. ഇതിലും അപ്പുറം എന്തൊക്കെ തനിക്ക് മുകളിൽ ചാർത്തി തന്നിരിക്കുന്നു ആ ഉമ്മ. ഒരു പ്രായമാകുന്നത് വരെ അതൊക്കെ വേദനകളുടെ കൂമ്പാരം സമ്മാനിച്ചിട്ടുണ്ട്. പോകെ പോകെ അതൊന്നും തന്നെക്കുറിച്ചല്ല പറയുന്നത് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നീടുള്ള ലോകം പഠനവും വായനയും ഒക്കെയായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ചു. സഹോദരങ്ങൾ കണ്ടാൽ മിണ്ടാതെ ഒഴിഞ്ഞു നടന്നു. ഒരു പുഞ്ചിരി പോലും നൽകാനാവാത്ത വിധം അവരുടെ ഉള്ളിൽ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. സമ്പന്നതയുടെ മടിത്തട്ടിൽ വളരുന്നതും സ്നേഹബന്ധങ്ങൾ കൊണ്ട് ദരിദ്രനായി മാറിയ ജുനൈസിനെ പലർക്കും അറിയില്ല. അറിയാവുന്നത് വിരലിലെണ്ണാവുന്ന ചില സൗഹൃദങ്ങൾക്കും തൻ്റെ നെയ്ഷുവിനും മാത്രം. റൂമിലെത്തും വരെ ചിന്തകൾ പേറി മനസ്സ് മറ്റങ്ങി സഞ്ചരിച്ചു. അവനെ കൊണ്ട് കിടത്തിയിട്ടും നിർവികാരനായി ഒന്ന് നോക്കി നിന്നതേയുള്ളൂ. പിന്നെ ഈ മെഡിസിന് ഫുഡ് കഴിച്ചിട്ട് കൊടുക്കാനുള്ളതാ. ഹെവി ഫുഡൊന്നും 2 ദിവസത്തേക്ക് കൊടുക്കണ്ടിട്ടോ. പിന്നെ ബ്രെഡ്, ബിസ്ക്കറ്റ് അങ്ങനെ മൈദ ചേർന്നൊക്കെ ഒഴിവാക്കി ഹെൽത്തി ഫുഡ് കൊടുക്കണം. ഇടവേളകളിൽ അല്പാൽപമായി കൊടുക്കുന്നതാണ് നല്ലത്. പേഷ്യൻറ്റിന് ഫുഡ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. 133 കണക്ട് ചെയ്ത് ഫുഡ് പറഞ്ഞാൽ അവർ കൊണ്ടുതരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് സിസ്റ്റർ പോകുമ്പോൾ കണ്ണുകളടച്ച് കിടപ്പുണ്ട് ജാബി. ഉറക്കമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ജുനൈസിന്. അവനും അടുത്ത് കിടന്ന ബൈസ്റ്റാൻഡറിനുള്ള കട്ടിലേക്ക് കിടന്നു. ഒന്ന് നിവർന്ന് കിടന്നത് തന്നെ 2 ദിവസമായി. ഐസിയുവിന് മുന്നിൽ കസേരയിൽ ഇരിപ്പാണ്. അവിടെ നിന്ന് തന്നെ ഉറങ്ങും. ശരീരം കടച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് നിവർന്ന് കിടന്നു അവൻ. ജാബിറിന് ജുനൈസിനെ അവിടെ കണ്ടിട്ട് തൊട്ട് ശ്വാസം മുട്ടിത്തുടങ്ങി. ഇയാൾ എന്തിനാ ഇവിടെ വന്നത്? ഉമ്മയും ഉപ്പയൊന്നും വന്നില്ലേ? മുഖം കറുപ്പിച്ചില്ലാതെ ആ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെയുള്ള ഒരാളുമായി ഒരു റൂമിൽ. അവന് ദേഷ്യം പിടിച്ചു. കണ്ണുകൾ തുറക്കാതെ അങ്ങനെ കിടന്നു കളഞ്ഞു. ഫുഡിനും പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഡോർ ബെല്ലടിക്കുമ്പോൾ ജുനൈസ് നീട്ടിരുന്നു. അതും വാങ്ങി പാത്രത്തിലേക്ക് മാറ്റി ജാബിറിനടുത്ത് വന്നിരുന്നു. കൃഷ്ണമണി വേഗത്തിൽ ചലിക്കുന്നത് കണ്ട് ചിരി വന്നവനെ. വിളിക്കാതെ അവൻ കണ്ണു തുറക്കില്ലെന്നും ബെഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവൻ്റെ തലഭാഗം ഒന്ന് ഉയർത്തി വെച്ച് കൊടുത്തു. ഉറങ്ങുകയല്ല എന്ന് അറിയാം ജാബി. കഴിച്ചിട്ട് മെഡിസിൻ കഴിച്ചാൽ നിനക്ക് അതാണ് നല്ലതും. വാ തുറക്ക്. അപ്പവും പാലും പഞ്ചസാരയും ചേർത്തെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടുമ്പോൾ കണ്ണു തുറക്കാതെ വാ തുറന്നു കൊടുത്തു ജാബിർ. അവനോട് സംസാരിക്കാനോ എതിർത്ത് പറയാനോ നിന്നില്ല അവൻ. വിശപ്പ് അത്രയ്ക്കും ഉണ്ട്, വേദനയും. ജുനൈസിൻ്റെ കൈ ചുണ്ടിൽ തട്ടുമ്പോൾ അവൻ വാ തുറക്കും, അത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞതും വെള്ളവും അതിനൊപ്പം ടാബും കൊടുത്തു. അവൻ്റെ ചുണ്ടൊന്ന് വെള്ളം നനച്ച് ഒപ്പിക്കൊടുത്തു ജുനൈസ്. പാത്രങ്ങൾ എടുത്തു വെച്ച് ബെഡ് താഴ്ത്തി കൊടുത്തു. യൂറിൻ ബാഗിൽ നിന്ന് അതൊക്കെ മാറ്റി ജാബിറിനെ ഒന്നുകൂടി നോക്കി അവൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനൊന്ന് കിടക്കുക. അത്രമാത്രം പറഞ്ഞ് തിരിഞ്ഞു നടന്ന ബെഡിലേക്ക് കിടന്നു അവൻ. ഉറക്കം വന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. കിടന്നയുടനെ നല്ല സുഖമുള്ളൊരുറക്കം അവനെ പൊതിഞ്ഞു പിടിച്ചു. ഒന്ന് നടക്കു സ്വയില. 1/2 മണിക്കൂർ നടത്തം പാതി വഴിയിൽ നിർത്തി അവളെ കിതച്ചു. എനിക്ക് തീരെ വയ്യ ഉവൈസുക്ക. ഉമ്മ, എൻ്റെ കാല്. മുട്ടിന്മേൽ കൈത്താങ്ങി കുനിഞ്ഞു നിന്നവൾ കിതപ്പടക്കി. ബെസ്റ്റ്, ഇതാണ് എന്നെക്കാൾ സ്പീഡിൽ പോവാന്ന് വീരവാദം മുഴക്കിയത്. അവൻ്റെ പറച്ചിൽ അവൾ മുഖം വീർപ്പിച്ച് വീണ്ടും നടത്താൻ തുടങ്ങി. ചിരിയോടെ അവൻ പിറകെയും. കൃത്യമായ വ്യായാമവും ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും അതാണിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ആദ്യം കുറച്ച് മടിയും ക്ഷീണമൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ എയിമിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. കൂടൊരുക്കാൻ മുട്ടയിടാൻ കാത്തിരിക്കുന്ന ഇണക്കിളികളെ പോലെ കുറേ പേരുണ്ട് അവിടെ. ആത്മവിശ്വാസം പകർന്നു നൽകുന്ന 30ഓളം സ്റ്റാഫുകളും.
വിയർപ്പ് തുടച്ച് റൂമിലെത്തുമ്പോൾ ചെറുമധുരം നിറച്ച കട്ടൻ ചായയും നഴ്സും റൂമിലെത്തിയിരുന്നു. മാഷിയെ ഒന്ന് വിളിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ വൈസുക്ക? അവനില്ലെന്ന് തല കുലിക്കും. തൽക്കാലം അതൊന്നും ഓർക്കണ്ട സുഹൈല. എവിടെയാണെങ്കിലും അവളെ പിടിച്ചു നിൽക്കും. ആര് കൈവടിഞ്ഞാലും പടച്ചോന് കൈവിടൂല അവളെ. അത് സുഹൈലാക്കും അറിയാം. ആ സംസാരം അവസാനിപ്പിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി രണ്ടുപേരും പുറത്തേക്കിറങ്ങി. ഇനി എല്ലാവരും ഒത്തുകൂടുന്ന സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം സൊറ പറയലും വേദന പങ്കുവെക്കലും ആശ്വാസം പകരലും പ്രതീക്ഷയോടെ കാത്തിരിക്കലും അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഒത്തുചേരൽ. വൈകുന്നേരം ഉപ്പ വിളിച്ചപ്പോൾ ഫോൺ ജാബിറിൻ്റെ മുഖത്തേക്ക് നീട്ടിവെച്ചു ജുനൈസ്. ജാബി! ഉപ്പയുടെ സ്വരം കേട്ടതും അവൻ കണ്ണു തുറന്നു നോക്കി. അവർ വന്നെന്ന് കരുതി ആശ്വാസത്തോടെയാണ് കണ്ണെന്ന് തുറന്നത്. പക്ഷെ സ്ക്രീനിൽ കാണുന്ന ഉപ്പയുടെ മുഖം കാണെ വീണ്ടും അവൻ്റെ മുഖം മാടി. വേദനയുണ്ടോടാ മോനെ? ഉമ്മയാണ്. വിങ്ങുന്ന വിറയ്ക്കുന്ന സ്വരം. അവർ കരയുന്നുണ്ട്. അവനൊന്നും മിണ്ടാതെ അവരെ തന്നെ ഇമ ചിമ്മാതെ നോക്കി. ഹോസ്പിറ്റലിൽ വെച്ച് ഉപ്പാക്ക് വയ്യാതെ വന്നു. അവിടെ ഒരു ദിവസം കിടത്തി വീട്ടിൽ പോകാൻ പറഞ്ഞു ഡോക്ടർ. അധികം ടെൻഷൻ എടുക്കാതെ നോക്കാനും റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. ഇവിടെ വേറെ ആരാ ഉള്ളത്? അവർ കണ്ണുനീര് തുടച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വരാം. നാളെ. ഉപ്പാക്ക് യാത്ര പറ്റില്ല. ഇടയ്ക്ക് തലകറക്കം വരുന്നുണ്ട്. നീ വല്ലതും കഴിച്ചോ? വേദന കുറവുണ്ടോ? ഒരു വായിൽ 100 ചോദ്യങ്ങൾ ചോദിച്ച് അവനെ നോക്കി നിന്ന അവർ. കുഴപ്പമില്ല ഉമ്മ, അവൻ മെല്ലെ പറഞ്ഞു. എനിക്ക് ഉറക്കം വരുവാ, വെക്കുവാ. ജുനൈസിൻ്റെ മുമ്പിലായോണ്ട് അവൻ തുടർന്ന് സംസാരിക്കാതെ കണ്ണടച്ചു. ഫോൺ ജുനൈസ് തൻ്റെ നേർക്ക് തിരിച്ചു. അവനിപ്പോൾ ഓട്സ് കഴിച്ചു. ഇഞ്ചക്ഷൻ ഉണ്ടായതുകൊണ്ട് വേദന കുറവുണ്ട്. നാളെ ചെറുതായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. വേറെ കുഴപ്പമൊന്നുമില്ല. ഉമ്മ നാളെ എപ്പോൾ വരും? ഇവിടെ നിൽക്കുന്നുണ്ടോ? ഉമ്മ നിൽക്കുമെങ്കിൽ എനിക്ക് വീട്ടിൽ പോവാമല്ലോ എന്ന ചിന്തയിലാണ് അവൻ. നാളെ രാവിലെ വരാം, വൈകിട്ട് തിരിച്ചു വരാം. ഉപ്പ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ ഉപ്പാക്ക്. അല്ലെങ്കിലും ഈ കൊടുക്കുന്നവനെ ഒറ്റയ്ക്ക് പിടിക്കാനും വെക്കാനുമുള്ള ശേഷി ഉമ്മാക്കില്ല. അത്യാവശ്യം 80-നോടടുത്ത് വെയിറ്റ് കാണും അവന്. അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി ജുനൈസ് ചിരിച്ചു. എന്നാൽ വെക്കാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ 3 കുഞ്ഞു മുഖങ്ങൾ തെളിഞ്ഞു വന്നു അവൻ്റെ ഉള്ളിൽ. ഒപ്പം ദേഷ്യത്തിൽ ചുവക്കുന്ന അവളും. ജുനൈസിൻ്റെ ചിരി ആ റൂമിൽ നിറഞ്ഞു കേൾക്കാം. രാത്രിയിലേക്കുള്ള ആഹാരവും കഴിപ്പിച്ച് ജാബിറിന് മരുന്നും കൊടുത്ത് ഫോണെടുത്തതാണവൻ. മോൾ ഉറക്കമായി എന്ന് പറഞ്ഞു തുടങ്ങിയ സംസാരം വീണ്ടും മണിക്കൂറെടുത്ത് വിഷമത്തോടെ തന്നെയാണ് വെച്ചതും. രണ്ടുപേരും ഉറക്കം തൂങ്ങി സംസാരം തുടർന്നപ്പോൾ മാഷിയുടെ ഒച്ച ഉയരുന്നതും കേൾക്കാമായിരുന്നു. അപ്പോഴേക്കും നാളെ വിളിക്കാമേ എന്ന് പറഞ്ഞ് വെച്ചു കളഞ്ഞവൾ. ഹോ, എന്തൊരു പെണ്ണാണിത്! ഫോൺ വെക്കുമ്പോഴേക്കും അവൻ്റെ മനസ്സിൽ അങ്ങനെയാണ് അവളെക്കുറിച്ച് വന്നത്. പക്ഷേ മുഖത്തൊരു സുഖമുള്ള ചിരി ഉണ്ടായിരുന്നു. ജുനൈസിൻ്റെ ചിരിയിൽ തന്നെ ശ്രദ്ധിച്ചു കിടപ്പാണ് ജാബി. ഇതുവരെ കേൾക്കാത്ത അവൻ്റെ സന്തോഷത്തിൻ്റെ ചിരി വെച്ച. മറുതലയ്ക്കൽ ആരാണെന്ന് ചെവി കുറിപ്പിച്ച് നോക്കിയെങ്കിലും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എങ്കിലും അവൻ്റെ സംസാരം ഏതോ കുഞ്ഞു പിള്ളേരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആരും മിണ്ടാനില്ലാത്തത് കൊണ്ടും ജുനൈസിനോട് മിണ്ടാനുള്ള മടി കൊണ്ടും ഏത് സമയവും കണ്ണടച്ച് കിടക്കും ജാബി. തൽക്കാലം ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചാൽ കൊണ്ടുവന്ന് മുഖത്തിന് നേരെ പിടിച്ചു തരുമെന്നതയച്ചാൽ ജുനൈസിൽ നിന്ന് സംസാരങ്ങൾ അധികമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും. കൃത്യമായി ഫുഡും മെഡിസിനും തരും. പിന്നെ ആളുടെ കാര്യം നോക്കിയിരിക്കും. അത്ര തന്നെ. മടുപ്പ് തോന്നുന്നുണ്ട് ജാബിറിന്. നാളെ ഉമ്മ വരാൻ കാത്തിരിക്കുകയാണ്. ഉമ്മയോട് ഇവിടെ നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ച് നിർത്തണം. അവൻ ചിന്തിച്ചു. ഇനി രാത്രി വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇവളെ. മെസ്സേജ് നോട്ടിഫിക്കേഷൻ കണ്ട് തുറന്നു നോക്കിയതാണ് ജുനൈസ്. അവൾ തന്നെ മാഷിദ. ഓ! അത് വായിച്ചു തരുന്നതും അവൻ്റെ ചുണ്ടൊന്നു കൂടി. മെസ്സേജ് സീനായിട്ടും അവൻ്റെ മറുപടി ഒന്നും വന്നില്ല. അതോടെ നെറ്റ് ഓഫാക്കി അവൾ ഫോൺ വെച്ചു. മാറിൽ പതുങ്ങിക്കിടക്കുന്നവളുടെ മുഖത്ത് നോക്കി മാഷി. ദേ, നിന്നെ എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞ് നിൻ്റെ ഉപ്പയുടെ ഈ ഫോൺ വിളി ഉണ്ടല്ലോ, എനിക്കൊട്ടും ഇഷ്ടമാവുന്നില്ല കേട്ടോ. നാളെ വിളിക്കുമ്പോൾ നീ തന്നെ പറഞ്ഞേക്കേ ആ വിളി അങ്ങ് നിർത്തിയേക്കാൻ. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചിരിയോടെ അവൻ പറയുന്നത്. അവളുടെ സംസാരം കേട്ട് മോളൊന്ന് കുലുക്കി ചിരിച്ചു. ഉപ്പാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെ കുലുങ്ങി ചിരിക്കുന്നത്? അതിനും അവൾ ശബ്ദമുണ്ടാക്കി ചിരിച്ചു. എനിക്ക് വേറെ ആരുമില്ല മാഷിത. മക്കളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കുറച്ചു നേരം അവളുടെ മെസ്സേജ് നോക്കി കിടന്നതിന് ശേഷമാണ് അവൻ അങ്ങനെ ടൈപ്പ് ചെയ്തത്. അവിടെ 1 ടിക്ക് കണ്ടതും അവൻ നിരാശനായി, എന്തിനെന്നറിയാതെ. പക്ഷേ അധികം വൈകാതെ അവൻ്റെ വിരലുകൾ അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തിരുന്നു. അവൻ പോലും അറിയാതെ ചെയ്തു പോയി എന്നതാണ് സത്യം.
എന്തിനാ വിളിക്കുന്നതെന്ന് അവന് പോലും അറിയാൻ കഴിയുന്നില്ല. ബെല്ലടിച്ചു കഴിഞ്ഞിട്ടും ഫോൺ എടുത്തില്ല അവൾ. അവൻ വേഗം ഫോൺ തലയ്ക്കിടയിൽ വെച്ച് നെഞ്ചിൽ കൈവച്ചു. ഛേ, വേണ്ടായിരുന്നു. അവൻ സ്വയം തലക്കടിച്ചു. പുരികൻ ചുളിച്ച ആ വെട്ടത്തിൽ നോക്കിയിരുന്നു മാഷി. എന്തിനാണ് ഈ വിളി? അതിൻ്റെ ആവശ്യമുണ്ടോ? അതും ഈ രാത്രിയിൽ? അവൾക്ക് പേടി തോന്നി. നെഞ്ചിൻ്റെ താളം ഉയരുന്നതും വിയർപ്പ് കണങ്ങൾ നെറ്റിയിൽ സ്ഥാനം പിടിക്കുന്നതും അവൾ അറിഞ്ഞു. കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവനെ ഒളിക്കണ്ണിട്ട് കാണുന്നുണ്ട് ജാബി. ഇങ്ങനെ എന്തിനായി വെരുകിനെ പോലെ ഇങ്ങനെ തീ പിടിച്ച് നടക്കുന്നത്? കാണാൻ കൗതുകം തോന്നിയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ജാബി അവനെ നോക്കുന്നുണ്ട്. നടത്തത്തിൻ്റെ ഇടയിൽ ഒരു തവണ ജുനൈസിൻ്റെ കണ്ണിലും ആ നോട്ടം പെട്ടു. എന്താ? ജാബിറിന് നേരെ തിരിഞ്ഞു ചോദിച്ചു അവൻ. ഒന്നുമില്ല. അത് പറഞ്ഞും പെട്ടെന്ന് കണ്ണടച്ചു അവൻ. വെള്ളം വല്ലതും വേണോ നിനക്ക്? ചുണ്ടൻ നിനക്ക് ജാബി. എന്തെങ്കിലും പറയാനുണ്ടത് വാ തുറന്ന് പറയടോ, അല്പം ഉച്ചത്തിൽ തന്നെ ചോദിച്ചു. ഇങ്ങർക്കിതെന്തേ? മനസ്സിൽ പറഞ്ഞു കണ്ണൊന്ന് തുറന്നു ജാബി. കണ്ണു തുറച്ച് നോക്കി നിൽക്കുന്നുണ്ട് കലിപ്പിൽ തന്നെ ജുനൈസ്. ദേ ഉമ്മച്ചി, ഉപ്പ വന്നു. പുറത്ത് കാറിൻ്റെ സൗണ്ട് കേട്ടതും ഓടിപ്പിടിച്ച് അടുക്കളയിലേക്ക് വന്നു രുമി. ഹോംവർക്കെല്ലാം എഴുതി തീർത്തോ? ഇനി രാവിലെ എന്നെക്കൊണ്ട് ബഹളം വെപ്പിക്കരുത് കേട്ടോ. മാഷി അവൾക്ക് നേരെ നോക്കി. ഇല്ല എന്നെ, എല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ദേ ഇത്താത്താനോട് ചോദിച്ചു നോക്കിക്കേ. കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളും നിറഞ്ഞ കവറുകളുമായി ആദ്യം മറിയമ്മും തൊട്ടിപ്പിറകിൽ മുസമ്മവും അടുക്കളയിൽ വന്നു. ഇത്താത്തെ, ഞാൻ ഹോംവർക്ക് ചെയ്തല്ലോ. ജൂബി മോളെ നിഷ്കളങ്ക ഭാവം കണ്ട് മറിയം ചിരിയോടെ തലയാട്ടി. അവൾക്കുള്ള പകുതി ഹോംവർക്കുകളും കാട്ടി ഇങ്ങനെ കണ്ണും കലാശവും കാട്ടി മറിയത്തിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടാണ് ഈ നിൽപ്പും ഭാവം. മാഷി അവളെ വീണ്ടും കണ്ണു കുറിപ്പിച്ച് നോക്കി. അത് പിന്നെ ഇത്താത്ത ഇച്ചിരി ഹെൽപ്പ് ചെയ്തു സത്യ. ബാക്കിയൊക്കെ ഞാൻ എഴുതിയതാ. ചുണ്ടു കൂർപ്പിച്ച് മുഖവും താഴ്ത്തി നിൽപ്പുണ്ട് പെണ്ണിന്. കള്ളം ചെയ്താൽ മാത്രമുള്ളൊരു ഏർപ്പാട്. എന്നിട്ടെന്താ ഗുഡ് ഗേൾ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്നത്? ഗുഡാണെങ്കിൽ തല ഉയർത്തി തന്നെ നിൽക്കണ്ടേ? മാഷി അവളുടെ താടി പിടിച്ചുയർത്തി. അവിടെ പരിഭവമാണ്. എനിക്ക് ഉറക്കം വരുമോ? ഉമ്മച്ചി വരുന്നുണ്ടോ? കണ്ണും തിരുമ്പി മാഷിയുടെ ഷാളിൽ പിടിച്ച് വലിച്ച് റൂമിലേക്ക് നടക്കുന്നുണ്ടവൾ. മറിയോ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്തു കൊടുത്തേക്കിട്ടോ. ജുമിയുടെ പിറകിലായി നടക്കുമ്പോൾ മാഷി പറഞ്ഞേൽപ്പിച്ചു. മറിയവും മുസമ്മവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് ആ പോക്ക് നോക്കി നിന്നു. ഇനി അവൾക്ക് ഉമ്മച്ചി താരാട്ട് പാടണം, കൊഞ്ചിക്കണം, കെട്ടിപ്പിടിച്ച് കിടക്കണം, കഥ പറയണം, ഇടയ്ക്കിടയ്ക്ക് ഉമ്മച്ചിയുടെ വാവേന്ന് വിളിക്കണം. എന്നാലേ ആ കണ്ണിൽ ഉറക്കം വരൂ. എന്നുമുള്ള അവളുടെ കുറുമ്പുകളായതുകൊണ്ട് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല. അടുക്കളയിലെ ഫുഡിൻ്റെ കിറ്റ് എടുത്ത് വെച്ച് രണ്ടുപേരും സിറ്റൗട്ടിലേക്ക് നടന്നു. മുർഷു ജുനൈസിൻ്റെ മടിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കവിളിൽ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയൊക്കെയും ഉപ്പച്ചയെന്ന് വിളിച്ച് കളി പറയുകയും ചെയ്യുന്നുണ്ട്. ദാ ഫുഡ്. മറിയം ആഹാരം എടുത്തു വെച്ചു. അവൾ ഇന്നും വരുന്നില്ലേ? അകത്തേക്കൊന്ന് നോക്കിയാണ് ജുനൈ ചോദിച്ചത്. അവൾ ഉമ്മച്ചയും പിടിച്ചുകൊണ്ട് ഉറങ്ങാൻ പോയി. ഇന്ന് വരില്ല. മറിയം ചിരിച്ചു. പിന്നെ എന്തിനാ ഞാനിങ്ങോട്ട് വന്നത്? വന്നപ്പോൾ കാറിലിരുന്ന് ഒന്ന് കണ്ടു എന്നല്ലാതെ അടുത്തേക്ക് വരുന്നില്ലവൾ. അവളുടെ കഥയിൽ അവളെ ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭൂതാണ് ഞാൻ. രാത്രിയിലേ ഒരു പ്രശ്നമുള്ളൂ. അവനൊന്ന് നിശ്വസിച്ചു. ഇനി നിനക്കും ഉമ്മച്ചിയും മതിയോടാ? വടയിലിരിക്കുന്ന മുർഷിവിനെ പുരികൻ നോക്കി ചുരുക്കി നോക്കിയവൻ. അവൻ അല്ല എന്ന് തലകുനിക്കി. ജുനൈസ് എന്ന് വെച്ചാൽ ജീവനാണ് ചെക്കനെ. രാത്രിയിൽ ജുമി കൂടെ പോണുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ജുനൈസിൻ്റെ കൂടെ പോകും. ഒരിക്കൽ ഉവൈസും സുഹൈലയും ഒക്കെ വന്നൊരു ദിവസം കിടക്കാൻ സ്ഥലം തികയില്ല എന്ന് പറഞ്ഞ് അവനെയും പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ് ജുനൈസ്. അതിനുശേഷം ഇടയ്ക്ക് അവനങ്ങനെ പോയി കിടക്കാറുണ്ട്. ഇപ്പോൾ 2 മാസം കൊണ്ട് രാത്രിയിൽ ജുനൈസിനൊപ്പം അവനും പോകും. മോള് കൂടെ ഇല്ലെങ്കിൽ ആ വലിയ വീട്ടിൽ എങ്ങനെ അവൻ ഒറ്റയ്ക്ക് പോയി കിടക്കുകയെന്ന് കരുതി മാഷൊന്നും മിണ്ടാറില്ല. അതൊക്കെ ശീലങ്ങളായി, വർഷങ്ങളെടുത്തതാണല്ലോ. ഉമ്മച്ചിയോട് പറഞ്ഞിട്ട് വാ. ജുനൈദ് അവനെ മടയിൽ നിന്ന് താഴെ നിർത്തി എഴുന്നേറ്റു. നീ വരുന്നോടാ മുസമ്മു? അത് ചോദിച്ചത് ഞാനില്ല എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി ചിരിച്ചു കാട്ടി അവൻ. അവനിപ്പോഴും ഉമ്മാൻ്റെ മണം അടിച്ചാലേ ഉറക്കം വരൂ. അവൻ്റെ മുടി പിടിച്ചെന്ന് തഴുകി ജുനൈസ് മറിയത്തിനെ നോക്കി ഒന്ന് കണ്ണ് ചെമ്പി ചിരിച്ചു. ഫുഡും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മുർഷു മാഷിയോട് പറഞ്ഞ് കാറിനോടും വന്നിരുന്നു. ഞങ്ങൾ ഇറങ്ങുവാ. അടുക്കളയിലെ ഡോർ ലോക്കിട്ടായിരുന്നു. ഒന്നുകൂടി നോക്കിയിട്ട് കിടന്നാൽ മതി. ഓരോ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി ജുനൈസ്. തൊട്ടടുത്ത് തന്നെ മോനും കയറി ഇരുന്ന് കൈവീശി കാണിച്ചു.
അപ്പോഴേക്കും മക്കൾ രണ്ടുപേരും അകത്ത് കയറി കതകടിച്ച് ലോക്കിട്ട് ജനൽ വഴി കൈ ഉയർത്തി കാണിച്ചു. അതോടെ ജുനൈസ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കണ്ണെത്താ ദൂരത്തിലെങ്കിലും ഒരു വിളിക്കപ്പുറം ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു പതിവ് പ്രതിഭാസമാണ്. മനസ്സിനെ തണുപ്പിച്ച് വിള്ളലുകൾ തീർക്കാത്ത പ്രതിഭാസം. അവർ പോയോ? മക്കൾ റൂമിലേക്ക് വന്നതും മാഷി ചോദിച്ചു. അവൾ ജുമിയെ ഒന്ന് നോക്കി. നെറ്റിയിൽ വീണു കിടക്കുന്ന മുടിയിഴകളിൽ ഒതുക്കി വെച്ച് ആ മുഖത്തേക്ക് നോക്കി. അവൾ ഉറക്കമായി. ചുണ്ടുകൾ അല്പം തുറന്നു പിടിച്ച് പാതി കണ്ണടച്ചുറങ്ങുന്നവളെ വീണ്ടും ഒന്ന് നോക്കി. അവളുടെ കൈ മെല്ലെ ദേഹത്ത് നിന്ന് മാറ്റി ഒതുക്കി വെച്ചെഴുന്നേറ്റ് മാഷി. വാ രണ്ടാളും. അവൾക്ക് പിറകെ അനുസരണയോടെ ചേർന്ന് നടന്നു രണ്ട് മക്കളും. അടുക്കളയിൽ നിന്ന് ഒരു പാത്രത്തിൽ ചോറും കറിയും ഒഴിച്ച് മീനും എടുത്ത് ഹാളിലേക്ക് നടന്നു. പിന്നെ അത് രണ്ട് മക്കൾക്കും വാരിക്കൊടുത്ത് മാഷിയും കഴിച്ചെഴുന്നേറ്റു. പാത്രങ്ങൾ കഴുകി അടുക്കള വാതിലും അടച്ച് അവർ വീണ്ടും ഹാളിലെത്തി. പരന്നു കിടക്കുന്ന ബുക്കുകളൊക്കെ ഒതുക്കി ടൈം ടേബിൾ നോക്കി മക്കളുടെ ബാഗിലാക്കി വെച്ചു. ബാക്കിയെല്ലാം റാക്കിൽ ഒതുക്കി പെറുക്കി വെച്ച് ലൈറ്റും ഓഫാക്കി റൂമിലേക്ക് നടന്നു. രണ്ടുപേരും കിടന്നോട്ടോ, ഉമ്മച്ചിക്ക് കുറച്ച് ജോലി കൂടിയുണ്ട്. ലാപ്ടോപ്പ് കയ്യിലെടുത്ത് റൂമിൽ തന്നെ സെറ്റ് ചെയ്ത ചെറിയ വർക്കിംഗ് സ്പേസിൽ ഇരിക്കാനൊരുങ്ങുമ്പോൾ മുസമ്മി ചുണങ്ങി. എനിക്ക് ഉമ്മച്ചിൻ്റെ മടിയിൽ കിടക്കണം. എത്ര ദിവസമായി? അവൻ സങ്കടക്കെട്ട് വെച്ചു. എടുത്ത പോലെ തന്നെ ലാപ്ടോപ്പ് മാറ്റിവെച്ച് മാഷി കൈ കെട്ടിയവനെ തന്നെ നോക്കി. ഇന്നലെ നീ എവിടെ കിടന്നത്? മാഷി ചിരി ഒതുക്കി. രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്ന സമയം ജുമിയെ മെല്ലെ നീക്കി ഉമ്മച്ചിയുടെ അടുത്ത് കട്ടി കിടക്കുന്നവനാണ് ഈ ചുണുക്കം കാണിക്കുന്നത്. അവനൊന്ന് ചമ്മിച്ചിരിച്ച് കട്ടിലേക്ക് വീണു. മറിയം അവനൊപ്പം കയറി കിടന്നതും മാഷി ലൈറ്റ് ഓഫാക്കി ടേബിൾ ലാമ്പ് ഇട്ടു. മുന്നിലെ ലാപ്ടോപ്പിലെ വലിയ അക്ഷരങ്ങളിൽ കണ്ണുടക്കിയതും അവളുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. 5 വർഷങ്ങളുടെ അധ്വാനം, ഉപ്പാൻ്റെ സ്വപ്നം, ഇക്കാക്കാൻ്റെ പ്രോത്സാഹനം, ഉവൈസിൻ്റെയും സുഹൈലയുടെയും ഇടപെടൽ, അങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന തങ്ങളുടെ സ്വപ്ന പദ്ധതി മീ ആൻഡ് മീ ഫർമാർട്ട് 7ഓളം ജില്ലകളിൽ വേര് പടർത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അതിൻ്റെ സാധ്യതയായി മാഹിൻ കൈപ്പിടിച്ചേൽപ്പിച്ചതും മാഷിയായിരുന്നു. തൊട്ടുപിറകിൽ അവനുണ്ടെങ്കിലും അവളാണ് അതിൻ്റെ എല്ലാമെല്ലാം. ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ മെല്ലെ മെല്ലെ ആണെങ്കിലും അവസാനം അതൊരു സുഖമുള്ളൊരു അനുഭൂതിയായി തീർന്നിരിക്കുന്നു. നീൽ പോലൊരുവൻ തങ്ങൾക്ക് തണലൊരുക്കി. ഒരു വിളിക്കപ്പുറമുണ്ട്, ആരുമില്ലെന്ന് തോന്നാത്ത വിധം. മുർഷിവിന് അയാൾ ഉപ്പച്ചിയാണ്. ആദ്യം പഠിച്ച ഉമ്മ എന്ന അക്ഷരത്തിൽ നിന്നും മെല്ലെ ഉപ്പച്ചി എന്ന് വിളിച്ചു തുടങ്ങിയത് മുർഷുവാണ്. അവനെ കേട്ട് ജുമിയും വിളിച്ചു തുടങ്ങി. ചുറ്റുമുള്ളവർ ചേർന്നൊരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരുമിച്ചൂടെ എന്ന്, മക്കൾക്ക് വേണ്ടിയെന്ന്. പ്രത്യക്ഷം നിങ്ങൾക്ക് വേണ്ടി, പരോക്ഷമായും അതിന് അർത്ഥമുണ്ടായിരുന്നു. ആ ചോദ്യത്തോടെ ഒന്ന് നിശ്ചലമായി പോയെങ്കിലും ജുനൈസ് മെല്ലെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അന്ന് സുഹൈല് കിട്ടിയ അവസരങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ട് പിറകെ നടന്നിട്ടുണ്ടെങ്കിലും അത് കേട്ടതായി പോലും നടിച്ചില്ല മാഷി. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഖൈസ്. അവസാനം വരെ പ്രണയം ജീവിതം പങ്കിടാൻ കൊതിച്ച ഒരാൾക്ക് മാത്രമേ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ജീവിതം തന്നെ മടുപ്പ് നിറഞ്ഞു പോയിരുന്നു. അതിൽ നിന്നൊക്കെ കരകയറിയത് തന്നെ ഈ വീട്ടിൽ വന്നിടം തൊട്ടാണ്. നിസ്സഹായത നിറഞ്ഞ ജീവിതത്തിൽ ഒരു വെളിച്ചം തെളിയിച്ച് മുന്നേ നടന്നത് ജുനൈസ് സാറാണ്. ഓരോ കടമ്പകൾക്ക് വേണ്ടിയും തന്നെ പ്രാപ്തിയാക്കി മാറ്റിയതും നീലപോലെ കൂടെ നടന്നതും അദ്ദേഹമാണ്. 5 വർഷങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന 100 കഥകൾ. മാഷി ഡയറി തുറന്നു. 4 കൊല്ലങ്ങൾക്കിപ്പുറമാണ് ഈ എഴുത്തുകൾ പിറവിയെടുക്കുന്നത്. എല്ലാം അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനായിരുന്നു. ജുനൈസ് സാറിൻ്റെ. ജനൽക്കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ജുനൈസ്. കുറച്ചകലെ കാണുന്ന വെട്ടം ഇരുട്ടിനെ വകഞ്ഞ് കണ്ണുകളിൽ പകഞ്ഞു. ജുനൈസേ. ചെവിയിലെ ഇയർഫോണിൽ നിന്ന് കേൾക്കുന്നത് ജാബിറിൻ്റെ ശബ്ദമാണ്. നിനക്കിനിയെങ്കിലും അവളോട് പറഞ്ഞൂടെ നിൻ്റെ ഇഷ്ടം? അവൾ വേണ്ടെന്ന് വെക്കില്ല എന്നുറപ്പാണ്. അവൻ ഉറപ്പോടെ പറഞ്ഞു. അതൊന്നും ശരിയാവില്ല ജാബി. വീണ്ടും കണ്ണുകൾ കൊണ്ട് ആ പുറത്തെ വെളിച്ചത്തിൽ നോക്കി നിന്നു. നിനക്ക് വട്ടാ? ജാബി ദേഷിച്ചു. നീ എൻ്റെ അനിയനാ, അത് മറക്കണ്ട. ജുനൈസ് സ്വരത്തിൽ ഗൗരവം നിറച്ചു. ഇനിയും കെട്ടാൻ ഉദ്ദേശമില്ലെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ പ്രസവം കഴിഞ്ഞ് ഞങ്ങളൊരു പെണ്ണിനെ കണ്ടെത്തി കൊണ്ടുവരും. നിന്നെക്കൊണ്ട് പെണ്ണ് കെട്ടിക്കുകയും ചെയ്യും. ഉമ്മ പറഞ്ഞാൽ നിനക്ക് ഇനി അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എനിക്കറിയാം. അതുകൊണ്ടേ ഇനി ഒരു 3 മാസം കൂടി നിനക്ക് ഞങ്ങൾ സമയം തരാം. അതിനു മുമ്പ് നീ അവളോട് ഇഷ്ടം പറയാം. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഒരു പ്രപ്പോസൽ പോലെ വന്ന് ചോദിക്കാം. 2 ഓപ്ഷനിൽ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തിട്ട് നീ അറിയിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്തോളാം. എങ്കിലും ശരി, ആ ജനലടിച്ച് പോയി കിടക്കാൻ നോക്ക്. ആ പെണ്ണിപ്പോൾ ഉറങ്ങിക്കാണാം. അധികം തണുപ്പ് കൊള്ളണ്ട.
ജുനൈസിൻ്റെ മറുപടി വരും മുമ്പ് തന്നെ ജാബി ഫോൺ വെച്ചു. അപ്പോഴും നിലാവിൻ്റെ പ്രഭയിൽ കുളിച്ച വീടും അതിനുള്ളിൽ തൻ്റെ ഹൃദയം കവർന്നൊരു പെണ്ണും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. നിനക്ക് ഇഷ്ടമാകുമോ മാഷിദ എന്നെ അവൻ വെറുതെ ചോദിച്ചു നോക്കി. ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കഥയാണ് കേട്ടോ. അവർ ഒരുമിച്ചതിന് ശേഷമുള്ള കഥയാണ് ഇനി പറയുന്നത് കേട്ടോ.